നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ വലിയ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പുതിയ ഉടമസ്ഥർ എത്തിയതിനു ശേഷം ചില മാറ്റങ്ങൾ അവർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട സൈനിങ്ങുകൾ അവരിപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടും മികച്ച താരങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഫ്രഞ്ച് ക്ലബ്ബായ ലില്ലിയിൽ നിന്നും സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ലെനി യോറോയെ അവർ സ്വന്തമാക്കിയത്. നേരത്തെ ബോലോഗ്ന സ്ട്രൈക്കറായ ജോഷുവ സിർക്സിയെ അവർ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. രണ്ട് കിടിലൻ താരങ്ങളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാവി അത് ഈ ഒരു യുവ താരങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണ്. ഒരു കൂട്ടം യുവ പ്രതിഭകൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട്. വരും സീസണുകളിൽ അവർ മികച്ച പ്രകടനം ഈ യുവതാരങ്ങൾ വഴി നടത്തും എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ക്വാഡ്. നമുക്ക് ആ താരങ്ങളെ ഒന്ന് പരിശോധിക്കാം. ലെനി യോറോ കേവലം 18 വയസ്സ് മാത്രമാണ് ഇപ്പോൾ ലെനി യോറോക്കുള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളായിക്കൊണ്ട് വാഴ്ത്തപ്പെടുന്ന താരം കൂടിയാണ് ലെനി യോറോ. അദ്ദേഹത്തിന് വേണ്ടി 62 മില്യൺ യൂറോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മികച്ച പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്ന കോബി മൈനുവിന്റെ വയസ്സ് 19 ആണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാദമിയിലൂടെ വളർന്നു വന്ന ഒരു താരമാണ്. അലജാൻഡ്രോ ഗർണാച്ചോ അർജന്റീൻ യുവ പ്രതിഭയാണ്. കേവലം 20 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ തന്നെ സ്ട്രൈക്കർ റാസ്മസ് ഹോയിലുണ്ട്. അദ്ദേഹത്തിന്റെ വയസ്സ് 21 ആണ്. കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അഹമ്മദ് ദിയാലോ 22 വയസ്സ്. അതുപോലെ തന്നെ പുതുതായി കൊണ്ടുവന്ന ജോഷുവ സിർക്സിയുടെ വയസ്സ് 23 ആണ്. ഡിയഗോ ഡാലോട്ടി 25-കാരനാണ്. അതുപോലെ തന്നെ മേസൺ മൗണ്ട് 25 വയസ്സാണ്. പ്രതിരോധ നിരയിലെ അർജന്റീൻ താരം ലിസാൻഡ്രോ മാർട്ടിനസിന്റെ വയസ്സ് 26 ആണ്. മാർക്കസ് റാഷ്ഫോർഡിന്റെ വയസ്സ് 26 ആണ്. അതായത് മികച്ച ഒരു നിര തന്നെ, പ്രത്യേകിച്ച് യുവ താരങ്ങളുടെ നിര തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. വരും സീസണിൽ അഥവാ പുതിയ സീസണിൽ മികച്ച പ്രകടനം അവർ നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ യുണൈറ്റഡ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ അവസാന മത്സരത്തിൽ അഥവാ FA കപ്പ് ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയതോടുകൂടി പരിശീലകനായ എറിക് ടെൻ ഹാഗിനെ തന്നെ നിലനിർത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമസ്ഥർ തീരുമാനിക്കുകയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.